ഞാനിന്ന് ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു 1/2 കിലോളം ചെമ്മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉപ്പ്, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ച് മസാലയൊക്കെ പുരട്ടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്തേട്ടോ. ഞാൻ പുരട്ടി വെച്ചേക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് കേട്ടോ. നന്നായിട്ട് അധികം മുരിഞ്ഞങ്ങ് പോകണ്ട, ഒരുവിധം വറുത്ത് ഇങ്ങനെ കോരി എടുത്താൽ മതി. 2 പ്രാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ചെമ്മീനൊക്കെ നല്ലോണം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല മുരുമുരാന്നാവണ്ട. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് കുറച്ചിട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ടിട്ട് വഴറ്റി എടുക്കാം. വെളുത്തുള്ളി 2 ചുള വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട ശേഷം നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. സവാള പെട്ടെന്ന് മൂക്കണമെന്നുണ്ടെങ്കിൽ ഒരു തരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. സവാള എത്ര മൂക്കണം അത്രയും നല്ലതാണ്, കരിഞ്ഞു പോവാതെ നോക്കണം. സവാള നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി, പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. 3-4 പച്ചമുളക് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കി ചെമ്മീൻ റോസ്റ്റാണ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടണം. മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ആവശ്യമനുസരിച്ച്, ഞാൻ അതിൻ്റെ അളവൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആവശ്യമനുസരിച്ച് നമുക്ക് ആവശ്യമനുസരിച്ചിട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം ഈ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ചെമ്മീനൊന്നും അധികം മൂത്തൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ചതച്ച മുളകുണ്ടല്ലോ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി. ഇതിൽ ജ്യൂസി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി കുഴമ്പ് രൂപത്തിലിരിക്കും. ഞാൻ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യുക. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണം. രാജി മോഹൻ എന്നാണ് വ്ളോഗിൻ്റെ പേര്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.